അയ്യോ! അർജന്റീന ജയിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് കളത്തിലിറങ്ങിയ പ്രവാചക പടയ്ക്കിതെന്തു പറ്റി? പ്രവചന സിംഹങ്ങളുടെ കാറ്റുപോയ പന്തം പോലെ കളം വിടേണ്ടി വന്ന ആ ദയനീയ കാഴ്ച കണ്ടവർക്ക് എങ്ങനെ ചിരിക്കാതിരിക്കാനാകും? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും എതിരാളികളുടെ വലയിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി കൃത്യമായി ഗോൾ അടിച്ചുകയറ്റി അത്താനിയോസിസ് തിരുമേനി ആധിപത്യം തുടരുകയാണ്. കഴിഞ്ഞ തവണത്തെ കളി ഓർമ്മയില്ലേ? കൊച്ചുപറമ്പിൽ ഗീവർഗീസ് റമ്പാൻ, നമ്മുടെ പക്കയോമിസ് തിരുമേനി മാസ് എൻട്രിയുമായി വിജയിച്ചു കയറിയപ്പോൾ അർജന്റീന ടീം പ്ലാനുകളൊക്കെ മെനഞ്ഞ് സ്വപ്നം കണ്ടിരുന്നതാണ്. പക്ഷേ അന്ന് 2 സ്ഥാനാർത്ഥികളും കൂപ്പുകുത്തി ദയനീയമായി തോറ്റു തുന്നമ്പാടി. ഇത്തവണയും കഥ മാറിയില്ല. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും തീവ്രവാദവും തട്ടുപൊളിപ്പൻ പ്രസംഗങ്ങളും ഇറക്കി എങ്ങനെയും അധികാരത്തിൽ കയറാൻ നോക്കിയവർ പാവം തോമസ് പോൾ റമ്പാച്ചനെ ഇത്തവണ കയ്യോടെ മുക്കിക്കൊല്ലാൻ ഒരു വലിയ തന്ത്രം തന്നെ മെനഞ്ഞു. പക്ഷെ എന്താ ചെയ്യുക? ദൈവത്തിന്റെ കളി നടക്കുമ്പോൾ മനുഷ്യന്റെ കണക്കുകൂട്ടൽ അങ്ങ് പാളും. അതെ, അത്താനിയോസിസ് തിരുമേനിയുടെ ആധിപത്യത്തിന്റെ ബലത്തിൽ തോമസ് പോൾ റമ്പാച്ചൻ ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കപ്പടിച്ചു നിൽക്കുന്നു. അപ്പുറത്ത് അർജന്റീന ആർമിയുടെ ഒരു സ്ഥാനാർത്ഥി കൂടി ദാ വീണ്ടും പെട്ടിമടക്കി വീട്ടിലിരിക്കുന്നു. ഇതോടെ കഴിഞ്ഞ തവണത്തെ 2ഉം ഇത്തവണ 1ഉം ചേർത്ത് തോൽവിയിൽ ഹാട്രിക് അടയ്ക്കാൻ അവസരം തന്നതിന് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ചുരുക്കം പറഞ്ഞാൽ കാര്യം ലളിതമാണ്. ദൈവം അറിയുന്നവരെ ദൈവം താനെ ഉയർത്തും. എന്നാൽ തങ്ങളാണ് എല്ലാം എന്ന് കാട്ടി ദൈവത്തെ പരീക്ഷിക്കാൻ ഇറങ്ങുന്നവരെ ദൈവം പിടിച്ച് താഴെയിരുത്തും. പ്രവചനക്കാരെ, അടുത്ത തവണ ഇറങ്ങുമ്പോൾ അല്പം കുറഞ്ഞ ആത്മവിശ്വാസവും കുറച്ചധികം വിനയവും നല്ലതാണ്. ഡിക്രു ആമ കരടി കൊടനാടൻ അച്ചുതണ്ടിനോടുള്ള വിശ്വാസികളുടെ കടുത്ത എതിർപ്പാണ് കാണാൻ കഴിഞ്ഞത്. ദേവലോകത്ത് നിന്ന് ഈ കുറുവാ സംഘത്തിനെ എന്ന് അടിച്ചിറക്കി വിടുന്നോ അന്ന് മാത്രമേ സഭ രക്ഷപ്പെടൂ. കരടി ഇനിയും മത്സരിക്കാൻ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇതിലും പരിതാപകരമായിരിക്കും ഫലം. കാത്തിരുന്നു കാണാം.